ഹംസ പറക്കാട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. പക്ഷേ ഹംസ പറക്കാട്ട് അൻവർ മത്സരിക്കും എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ള തീരുമാനമാണോ അതോ ചുമ്മാ കോൺഗ്രസിനെ പിപ്പിടി കാണിച്ച് പേടിപ്പിക്കുകയാണോ? ഞങ്ങൾ മത്സരിക്കുകയോ മര്യാദയ്ക്ക് മുന്നണിയിലെടുത്തോ എന്നാണോ? ഒരിക്കലുമില്ല. കോൺഗ്രസിനെയോ UDF-നെയോ പേടിപ്പിക്കാമെന്നുള്ളത് നമ്മുടെ ഒരു നയമല്ല, തീരുമാനമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം PV അൻവർ എന്തുയർത്തിപ്പിടിച്ചാണോ അദ്ദേഹം രാജിവെച്ച് പുറത്തു വന്നത്, ആ കാര്യത്തിൽ പിണറായിക്കെതിരെ LDF-നെതിരെ അദ്ദേഹം രാജിവെച്ച് UDF അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ കഠിനാധ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിണറായിസത്തിനെതിരെയാണോ സതീശനിസത്തിനെതിരെയാണോ? സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യ ശത്രു. ഒരിക്കലുമില്ല. സതീശൻ അങ്ങനെ മുഖ്യ ശത്രുവാണെന്നൊന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നിലപാട് UDF അധികാരത്തിൽ വരണം. അതിന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് UDF നേതൃത്വം സഹകരിക്കണമെന്ന റിക്വസ്റ്റാണ് അദ്ദേഹം നിരന്തരമായി UDF നേതൃത്വത്തോട്. അൻവർ മത്സരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? UDF-ന്റെ വോട്ട് സ്പ്ലിറ്റ് ആവും, ഒരുപക്ഷെ LDF ജയിക്കാം. നിലമ്പൂർ LDF ജയിച്ചാൽ പിണറായി 3.0 എന്നുള്ള ക്യാമ്പയിൻ വളരെ ശക്തമാകും. ഇപ്പൊ പിന്നെ എങ്ങനെയാണ് UDF അധികാരത്തിലെത്താൻ അത് സഹായകരമാവുക? ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മൂന്നാം ഭരണം എന്നുള്ള ഒരു നറേറ്റീവിലാകും പിന്നെ കേരളം. അപ്പൊ പിന്നെ അവിടെ നിങ്ങൾ UDF-നെ തോൽപ്പിക്കാൻ പണിയെടുക്കാൻ പാടുണ്ടോ? അൻവർ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങള് അൻവറിനെ കുറിച്ച് അറിയാം. അൻവറിന്റെ മഹാഭൂരിപക്ഷത്തോടെ നിലമ്പൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കും. പക്ഷെ ഇപ്പോഴും PV അൻവർ പറയുന്നത് UDF ഘടകകക്ഷിയായി അംഗീകരിച്ചാൽ ആ നിമിഷം പലവട്ടം UDF നേതൃത്വത്തോട് പറഞ്ഞാണ് UDF നേതൃത്വം ആരെ പ്രഖ്യാപിച്ചാലും ഞങ്ങൾ അത് അംഗീകരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ UDF നേതൃത്വം ആരെ പ്രഖ്യാപിക്കാത്ത പ്രശ്നമുണ്ട്. ഹംസ പറക്കാട് UDF ഏത് ചെകുത്താനെ നിർത്തിയാലും ഞാൻ പിന്തുണയ്ക്കും എന്ന് ഞായറാഴ്ച രാത്രി PV അൻവർ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 7:15 PV അൻവർ എന്നോട് പറഞ്ഞത് അവിടെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വരുന്നതാണ് നല്ലത്, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ സെഗ്മെന്റിൽ ഒരിടത്ത് പോലും ക്രിസ്ത്യാനികൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF MLA-മാരായിട്ടില്ല, അത് പരിഗണിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അങ്ങോട്ട് ഏറ്റവും ഒടുവിൽ വൈകുന്നേരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ആ സ്ഥാനാർത്ഥി കൊള്ളില്ല എന്ന് പ്രഖ്യാപിച്ചു. പിന്നെ ആരായാലും പിന്തുണയ്ക്കും എന്ന് ഞങ്ങൾ പണ്ട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയെ അപഹസിച്ചതിനാണ് കോൺഗ്രസ് നിലപാടെടുത്തത്. അല്ലല്ല, മലയോര മേഖല ഒരു കുടിയേറ്റ കർഷകനും മലയോര മേഖലയുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും മൊത്തം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച നന്നായിരുന്നു എന്നുള്ള റിക്വസ്റ്റ് അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം PV അൻവർ ആര്യാടൻ ഷൗക്കത്തിന് അംഗീകരിക്കാത്തൊരു പ്രശ്നം അവിടെ ഇല്ല. പക്ഷെ എന്താണ് PV അൻവറിനോട് UDF നേതൃത്വം പറഞ്ഞത്, നിങ്ങൾ UDF ഘടകകക്ഷി ആയിരിക്കും എന്നൊരു കണ്ടീഷനും UDF നേതൃത്വം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ആ കണ്ടീഷന്റെ പുറത്ത് തന്നെയാണ് അദ്ദേഹം UDF-ന്റെ ഏത് സ്ഥാനാർത്ഥിയെയും അംഗീകരിക്കുമെന്ന് പറഞ്ഞത്. UDF നേതൃത്വം അതുവരെ സ്വാഭാവികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് UDF നേതൃത്വം PV അൻവറിനെ UDF-ന്റെ ഘടകകക്ഷിയായി എന്ന് പ്രഖ്യാപിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഒരിക്കലും ഈ പിണറായിസത്തിനെതിരെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് UDF-നെ പരാജയപ്പെടുത്താനല്ലോ, UDF-നെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയല്ല അദ്ദേഹം ഈ കഠിനാധ്വാനം ചെയ്തത്. അപ്പൊ UDF നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന ചെറിയൊരു വീഴ്ച, അത് ഇപ്പോഴും UDF നേതൃത്വം അദ്ദേഹത്തെ UDF-ന്റെ ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചാൽ നാളെ മുതൽ അദ്ദേഹം അവിടെ കൃത്യമായി ഇന്ന് ഏറ്റവും ഒടുവിൽ VD സതീശൻ പറഞ്ഞത് താങ്കൾ കേട്ട് കാണും. ഒറ്റ വാചകമേ ഉള്ളൂ, ആര്യാടൻ ഷൗക്കത്തിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നതായി പ്രഖ്യാപിക്കണം. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിക്കണം. അതാണ്. അങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷം ബാക്കി UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും രംഗത്തുണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഈ ആര്യാടൻ ഷൗക്കത്തിനെ വിമർശിച്ചാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോ UDF-ന് വേണ്ടത് പരസ്യമായി നേരത്തെ വിമർശിച്ച സ്ഥാനാർത്ഥിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസ്താവന, അതിനുശേഷം UDF പ്രവേശനം സംബന്ധിച്ച ചർച്ച. ഇപ്പോ TMC പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം UDF-ന് പുറത്തു നിന്നപ്പോൾ സ്വാഭാവികമായി പത്രക്കാർ ചോദിച്ചപ്പോൾ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു. പക്ഷെ അത് UDF-ന് പുറത്തു നിന്നപ്പോ പറഞ്ഞാണ്. UDF-ന്റെ ഭാഗമായി കഴിഞ്ഞാൽ അവിടെ ഇലക്ഷന് നേതൃത്വം കൊടുക്കുന്നത് PV അൻവർ ആയിരിക്കും. നിങ്ങളുടെ നിലപാട് എന്താ? UDF-ൽ എടുത്താൽ ഷൗക്കത്തിനെ പിന്തുണക്കാമെന്നുള്ളതാണ്. UDF പറയുന്നത് എന്താ? ആദ്യം ഷൗക്കത്തിനെ പിന്തുണക്കുക എന്നിട്ട് UDF-ൽ എടുക്കാമെന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യത്തിൽ ഒരു മീറ്റിംഗ് പോയിന്റ് വേണമല്ലോ. അല്ലല്ല, ഷൗക്കത്തിനെ പിന്തുണച്ച് കഴിഞ്ഞല്ലോ. PV അൻവർ എന്താണ് പറഞ്ഞത്? UDF നേതൃത്വം ആരെ പ്രഖ്യാപിച്ചാലും ഞാൻ അംഗീകരിക്കും, എനിക്ക് ഒറ്റ ഡിമാൻഡുള്ളൂ, ഈ പിണറായിസത്തെ താഴെ ഇറക്കുന്നതിന് വേണ്ടി UDF-ന്റെ കൂടെ നിന്ന് യുദ്ധം നടത്താൻ, UDF-ന്റെ കൂടെ നിന്ന് പടപൊരുതാൻ ഞാൻ തയ്യാറാണ്. അതല്ലേ അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊടുക്കുക. അവിടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഡിമാൻഡ് റിക്വസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞത് ആ അധ്യായം കഴിഞ്ഞുപോയി. കോൺഗ്രസ് നേതൃത്വം AICC ഒരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായി ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാനാണ് മാർഗമുള്ളൂ.
അത് അംഗീകരിച്ചു കഴിഞ്ഞു അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോ ഇന്ന് വൈകുന്നേരം എന്താ അൻവർ പറഞ്ഞത്? PV അൻവറിനെ ഒതുക്കണോ പിണറായിയെ ഒതുക്കണോ എന്നുള്ളതാണ് VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കുന്നത്. ഒതുക്കാൻ നോക്കുന്നത് എന്നെയാണ്. VD സതീശന് ഗൂഢലക്ഷ്യമുണ്ട് എന്നാണ്. UDF-ന്റെ ചെയർമാന് ഗൂഢലക്ഷ്യമുണ്ട് എന്ന് 4 മണിക്ക് ആരോപിക്കുക, 7 മണിക്ക് UDF-ൽ മെമ്പർഷിപ്പ് വേണമെന്ന് പറയാം. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഒരിക്കലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി പറഞ്ഞതല്ല അത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? PV അൻവർ ആണോ പ്രശ്നം, LDF ആണോ, പിണറായി ആണോ പ്രശ്നം? അത് UDF നേതൃത്വം തിരിച്ചറിയണോന്ന് പറഞ്ഞത്. അല്ലാതെ UDF ചെയർമാൻ VD സതീശന് നിഗൂഢ ലക്ഷ്യമുണ്ട്. ഇന്നലെ VD സതീശൻ ആ ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്നും ഭീഷണി മുഴക്കി. അങ്ങനെ സതീശൻ ഭീഷണി മുഴക്കിയതുകൊണ്ട് KC വേണുഗോപാൽ സന്ദർശന അനുമതി നിഷേധിച്ചു. എന്നെ വഴി നീളെ ആക്ഷേപിക്കുകയാണ്. വെട്ടിക്കൊല്ലണോ ജയിലിൽ അടയ്ക്കണോ എന്ന പ്രശ്നമാണ് ഞാൻ നേരിടുന്നത്. ഞാൻ ഇനി ആ ചതിക്കുഴിയിൽ വീഴാനില്ല. എല്ലാ സതീശനെ കുറിച്ചാണ്. വ്യക്തിപരമായ ഒരു സംസാരങ്ങളാണ് അതൊന്നും ഒരു രാഷ്ട്രീയ ആരോപണങ്ങളല്ല. ഒരിക്കലും രാഷ്ട്രീയ ആരോപണം, വ്യക്തിപരമായ ഒരു സംസാരങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതും എല്ലാവരും മനസ്സിലാക്കേണ്ടതും അതിന്റെ PV അൻവർ എന്തുദ്ദേശത്തോടു കൂടിയാണോ അദ്ദേഹം രാജിവെച്ചത് അതിലിപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തെ UDF-ന്റെ ഘടകകക്ഷിയായി ബഹുമാനപ്പെട്ട UDF നേതൃത്വം പ്രഖ്യാപിച്ചാൽ ആ നിമിഷം മുതൽ നിലമ്പൂർ ഇലക്ഷന് PV അൻവർ രംഗത്തുണ്ട്. അത് സ്ഥാനാർത്ഥി ആരെന്നുള്ളത് PV അൻവറെ സംബന്ധിച്ച് പ്രശ്നമല്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി മുമ്പിൽ അദ്ദേഹം തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ UDF നേതൃത്വം PV അൻവറിനോട് പറഞ്ഞ വാക്ക് നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങളെ ഘടകകക്ഷിയായി പ്രഖ്യാപിക്കുമെന്ന് കോഴിക്കോട് ചേർന്ന UDF യോഗത്തിന് ശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ അതൊന്ന് പരസ്യപ്പെടുത്തിയാൽ അതൊന്ന് പ്രഖ്യാപിച്ച തീരാവുന്ന വിഷയങ്ങളുള്ളൂ. അപ്പോ ഈ മത്സരിക്കും എന്നുള്ള പറച്ചിൽ UDF ഘടകകക്ഷിയായി നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ്. അവസാനത്തെ സമ്മർദ്ദം വഹിക്കുകയാണ്. എല്ലാ കാർഡും ടേബിളിലുണ്ട്. ഒരു മിനിറ്റ്, അദ്ദേഹത്തിന് എന്താണ് പിന്നെ ഓപ്ഷൻ ഉള്ളത്? UDF ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ ജയിപ്പിച്ച ആ ജനങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലുക എന്നുള്ള, നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വേറെ എന്താണ് പിന്നെ ഓപ്ഷൻ ഉള്ളത്? ഘടകകക്ഷി അല്ലാതെ നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കണം. അത് പറഞ്ഞല്ലോ. നിരുപാധിക പിന്തുണ എത്രയോ വട്ടം അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. എത്രയോ വട്ടം പറഞ്ഞു. അദ്ദേഹത്തെ എന്താ പറഞ്ഞ എന്നിട്ടും ആക്കാമായിരുന്നില്ല. അദ്ദേഹം എത്രയോ വട്ടം നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അല്ല, ഈ കാര്യത്തിലൊക്കെ ഇപ്പോ ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാചകം, എനിക്ക് വേണ്ടി ഇനി കാല് പിടിക്കേണ്ട എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നോക്കൂ, കുഞ്ഞാലിക്കുട്ടി VD സതീശന്റെ കാല് പിടിക്കുന്ന ആളായി ഇപ്പോഴത്തെ സാഹിബ്. അപ്പോ ആരെങ്കിലും അൻവറിന് വേണ്ടി ഇടപെട്ടാൽ നേതൃത്വം അവരുടെ അവസ്ഥ ഇതാണ്. ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ UDF നേതൃത്വത്തെ നയിക്കുന്നത് മുഖ്യമായി പങ്കുവഹിക്കുന്ന PK കുഞ്ഞാലി സാഹിബ് അത് രംഗത്തിറങ്ങും. എല്ലാ കാലത്തും UDF നേതൃത്വത്തെ അതൊക്കെ ശരിയാണ്. പരിഹരിക്കാൻ ഒക്കെ PK കുഞ്ഞാലിക്കുട്ടിയോ മറ്റ് ലീഗ് നേതാക്കളോ ഒക്കെ രംഗത്തിറങ്ങും. ഇന്ന് കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് വേണ്ടി ഇനി കാല് പിടിക്കേണ്ട എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അൻവറിന് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് നേതാക്കളുടെ കാല് പിടിച്ചു എന്ന് അൻവർ തന്നെ പറയുമ്പോൾ ഇനി നാളെ അതേ പണിയെടുക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരുമോ? ഇങ്ങനെ തൊടുന്നവരെല്ലാം ഈ തരത്തിലാക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് UDF സീറ്റ് കിട്ടുക? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ, ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബിനെ കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാന നേതൃത്വം, ദേശീയ നേതൃത്വം എല്ലാം വളരെ രീതിയിൽ അംഗീകരിക്കുന്ന ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹത്തെ ആ അർത്ഥത്തിലല്ല, അദ്ദേഹം UDF-ന്റെ ഭാഗമായി PV അൻവറും വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം അത് UDF നേതൃത്വത്തോട് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ഈ അൻവറിനെ UDF-ന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട PK കുഞ്ഞാലി സാഹിബാണ് മുൻകൈ എടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞത്. ശരി. എന്തായാലും കലങ്ങി മറിയുകയാണ് അൻവറിനെ സംബന്ധിച്ച്. അൻവറിന്റെ ഈ സമ്മർദ്ദം ഫൈനൽ സമ്മർദ്ദമാണ്. ഇതിന് UDF-ന് വഴങ്ങാം, അതല്ലെങ്കിൽ അതിനെ വളരെ ശക്തമായി ആർജവത്തോടെ പ്രതിരോധിക്കാൻ. 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കാണണം. UDF ഘടകകക്ഷിയായി അൻവറിനെ എടുത്തില്ലെങ്കിൽ അൻവർ മത്സരിക്കും. അങ്ങനെ ഈ ലാസ്റ്റ് മൊമെന്റിൽ UDF ഘടകകക്ഷിയാക്കി എടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് UDF എത്തുമോ? നമുക്ക് കാത്തിരുന്ന് കാണാൻ.